അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. ആലോചിച്ച് നോക്ക്, ചിലര് വിചാരിക്കുന്നത് ആൺകുട്ടികൾ ആദ്യം ജനിച്ചാൽ ഭയങ്കര ബഹുമാനാണ്, ചിലര് വിചാരിക്കുന്നത് പെൺകുട്ടിയാണ് ആദ്യത്തേതെങ്കിൽ വലിയ ബഹുമാനാണ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, രണ്ടും ബഹുമാനാണെന്ന് വിചാരിച്ചാൽ നല്ല സമാധാനം ഉണ്ടാവും. നമുക്ക് കൈകടത്തില്ലാത്ത വിഷയത്തിൽ എന്തിനാണ് നമ്മൾ വേർതിരിവുണ്ടാക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉണ്ടോ? നമുക്ക് കഴിയോ ആൺകുട്ടിയാക്കാൻ വയറ്റിലുള്ള കുട്ടിയെ? നമുക്ക് കഴിയോ വയറ്റിനുള്ളിലുള്ള കുട്ടിയെ പെൺകുട്ടിയാക്കാൻ? ഇല്ല. അല്ലാഹുവിനാണ് എന്നെക്കാൾ എന്താണ് എനിക്ക് ഖൈർ, എന്താണ് എനിക്ക് ശർ എന്നറിയുന്നവൻ. ആ റബ്ബിലേക്ക് തവക്കുലാക്കാനുള്ള മനസ്സ് വേണം. അവൻ എന്ത് തന്നാലും എനിക്കതാണ് ഖൈർ എന്ന് വിശ്വസിക്കാൻ കഴിയണം. ലൗലാദു നിഅമത്തുൻ വൽ ബനാതു ബറകാ. ആൺകുട്ടികൾ നിഅമത്താണ്, പെൺകുട്ടികൾ ബറക്കത്താണ്. അപ്പൊ എന്തായത്? രണ്ടും വലിയ ബഹുമാനാണ്, ഒന്നിനും കുറവില്ല, ഒന്നിനും മെച്ചാണ്. അപ്പൊ ആൺകുട്ടിയായാലും ബഹുമാനമാണ്, പെൺകുട്ടിയായാലും ബഹുമാനമാണ്. എന്താണോ എന്റെ റബ്ബ് എനിക്ക് ഖൈറായി കണക്കാക്കിയത് അതെനിക്ക് ഖൈറാ. അല്ല മൊയ്ലിയാരെ, 2 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, പോലതെ പാല് കുടിപ്പിക്കൽ നിർത്തിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോ പുതിയൊരു കുട്ടിയായാൽ അതിനെ നോക്കാൻ ഇപ്പൊ അടുത്ത വർഷം തന്നെ തുടങ്ങേണ്ടി വരുമാകൂല. അങ്ങനെയുള്ള ചിന്താഗതി ഉണ്ടാകരുത് ഞാൻ പറഞ്ഞത്. എനിക്കെന്താണ് ഖൈർ, നിങ്ങൾക്ക് എന്താണ് ഖൈർ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ നമുക്ക് അങ്ങനെയാണ് റബ്ബ് ഖൈർ കണക്കാക്കിയതെങ്കിൽ ആ കുട്ടിയെ സ്വീകരിക്കാനുള്ള മനസ്സ് വേണം. വയറ്റിൽ കിടക്കുന്ന കുട്ടിയെ ആഘോഷം ചെയ്ത് കൊല ചെയ്ത് കളയുന്ന സ്വഭാവമുണ്ടല്ലോ. ഉമ്മമാരെ, എത്ര പ്രയാസപ്പെടേണ്ടി വന്നാലും ആവശ്യമില്ലാത്ത സമയങ്ങളിൽ അത്തരം സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. കുട്ടിയുടെയോ ഉമ്മയുടെയോ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഭീഷണി ഡോക്ടർമാര് പറഞ്ഞാൽ ഒരു നിലക്കും നിർവാഹമില്ലാത്ത സമയത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അല്ലാതെ വെറുതെ നിസാരമായ ചില കാരണങ്ങൾ നമ്മൾ എന്തൊക്കെയോ വിചാരിച്ചിട്ടുണ്ട്, അതുപോലെ ആകുന്നില്ല ലോകം എന്ന് വിചാരിച്ചിട്ട് ലോകത്തെ മറികടക്കാന്ന് വിചാരിച്ച് സ്വന്തം മക്കളെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് കൊന്നുകളയുന്ന സ്വഭാവം ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് ഭൂഷണമല്ലാണ് ഞാൻ പറഞ്ഞത്. ഇരിക്കട്ടെ, എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനുള്ള മുഅ്മിനീങ്ങളെ നമുക്ക് റഹ്മത്താണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അതിനെക്കുറിച്ചാണ് മഹാനായ ഇബ്നു നാസിർ ദിമശ്കി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ പറയുന്നത്. ഹാദിഹിൽ ആയത്തു ശരീഫ ഫിഹാ ഖിസ്സത്തും മന്നിൻ മിനല്ലാഹ്. അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ നിഅമത്തിനെ കുറിച്ച്, കാരുണ്യത്തെ കുറിച്ച്, റഹ്മത്തിനെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ ആയത്തിനെ അല്ലാഹു തആല നമുക്ക് ഇറക്കി തന്നത്. ഈ ഒരൊറ്റ ആയത്ത് 500 ചില്ലാനം പേജുകളിലാണ് മഹാനവറുകളുടെ തഫ്സീർ എഴുതിയത്. എത്ര പേജിൽ? 500 ചില്ലാനം പേജ്. ഈ ഖുർആനിൽ ആയത്ത് ഒരു 3 വരി ഖുർആനിലില്ലേ? ആ ഒരു ആയത്ത് ഖുർആനിന് വ്യാഖ്യാനമായി എഴുതിയത് 500 ചില്ലാനം പേജാണ് മഹാനായ ഇബ്നു നാസിർ ദിമശ്കി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ രചിച്ചു വെച്ചിരിക്കുന്നത്. ചില ആളുകൾ മനസ്സിലാക്കിയത് ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ചാറ്റ് ജിപിടിയോട് ചോദിച്ചാലെല്ലാം മനസ്സിലാക്കാതെ. ചാറ്റ് ജിപിടി ഉഷാറൊക്കെ തന്നെ, ചാറ്റ് ജിപിടിയോട് ചോദിച്ചിട്ട് ഖുർആൻ അതാണെന്ന് വിചാരിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഖുർആൻ എന്ന് നീ മനസ്സിലാക്കരുത്. ഈ ഒരൊറ്റ ആയത്തിന് 500 ചില്ലാനം പേജിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യാഖ്യാനം എഴുതി മഹാനവറുകള്. ഇപ്പൊ ചില ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയയിൽ സജീവമായപ്പോ അവിടെ ഇവിടെയും കാണുന്ന ചില സംസാരങ്ങളും ടോക്കുകളും ചിലരുടെ ചില ജീവിതങ്ങളൊക്കെ കണ്ടപ്പോ അമേരിക്കക്കാരൻ അടിപൊളിയിൽ ജീവിക്കുന്നുണ്ട്, അമേരിക്കക്കാരി അടിപൊളിയിൽ ജീവിക്കുന്നുണ്ട്, അവള് തടയിലിടാത്തത് കൊണ്ട് അമേരിക്കന്റെ ഭരണം പോയിട്ടില്ല, അവള് സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് ഡാൻസ് ചെയ്തതുകൊണ്ട് ട്രംപിന്റെ ഭരണം ഈ വർഷം നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് മാത്രമല്ല അമേരിക്കക്കാരൊക്കെ നല്ല സുഖകരമായി ജീവിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അമേരിക്ക ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ കൊച്ചു മൊയ്ലിയാന്മാര് പറയുന്നത് കേട്ടിട്ട് വെറുതെ ഇങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ അകത്തളത്തിൽ ഇങ്ങനെ കെട്ടിക്കിടക്കാണ്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒന്നും ഇറങ്ങാനുള്ള വകുപ്പില്ല. ഇതൊന്നും ഈ ഇസ്ലാമും ഈ മതങ്ങളെന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ സിറ്റിയാണ് എന്ന് പറയുന്ന ഏതോ ചിന്തയില്ലാത്ത ആളുകളുടെ വാക്കുകൾ കേൾക്കുമ്പോ നമ്മളെ മുസ്ലിം നാമധാരികളായ ചില ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളുടെയും ഹൃദയത്തിൽ എവിടെയോ അറിയാതെ അവരുടെ മനസ്സിൽ ഈമാനിന് കളങ്കം വരികയാണ്. അവര് പിന്നെ അവർ ഓതുന്ന ചില ആയത്തുകളുണ്ട്, അവർക്ക് ഓതാൻ അറിയാത്തത് കൊണ്ട് അവർ ഖുർആനിന്റെ സൂറത്തിന്റെ പേര് പറയും. എന്നിട്ടോ സൂറത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇത്രാമത്തെ ആയത്തിൽ പറഞ്ഞു എന്ന് പറയും, കാരണം ഓതാൻ അറിയില്ല. എന്നിട്ട് പറയും ആ ആയത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടിട്ട് മുസ്ലിം നാമധാരിയായി 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ മദ്രസയിൽ പോയ നമ്മളെ മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളും ഈ ഖുർആനിന്റെ പേജിന്റെ പേരും ഖുർആനിലെ സൂറത്തിന്റെ പേരും അതേ ആയത്തിന്റെ നമ്പറും പറയുമ്പോഴേക്ക് അർത്ഥം അറിയാത്ത ഈ മനുഷ്യൻ അവൻ പറഞ്ഞത് വിശ്വസിച്ചിട്ട് ഖുർആനെ തെറ്റിദ്ധരിക്കുന്നു.
എത്ര വലിയ വിഡിത്തമാണ്. അപ്പോഴാണ് ഇവൻ പറയുന്നത് കേട്ടത് ഇന്നാളെ പരിഭാഷയിലുണ്ട്. ആ പരിഭാഷ എടുത്ത് നോക്കുമ്പോൾ അതിലും കാണുന്നു അള്ളാന്റെ കയ്യാണ്. പഠിച്ച റബ്ബേ അള്ളാഹ്ക്ക് കൈയുണ്ടോ? എന്നാ പിന്നെ ഞാനും പഠിച്ചവനും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? അള്ളാഹ്ക്ക് കൈയുണ്ട്, എനിക്കും കൈയുണ്ട്. എനിക്ക് 2 കൈയാണ്, അള്ളാഹ്ക്ക് എത്രയാണ് എന്നല്ലേ എനിക്ക് സംശയിക്കേണ്ടതുള്ളൂ. ഒരാൾ മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു, പേരോട് ഉസ്താദും സക്കാഫിയാണ്, ഞാനും സക്കാഫിയാണ്. എങ്ങനെ? എന്റെ ഒരു സുഹൃത്ത് തമാശക്ക് പറഞ്ഞാണ് എന്നോട്, നിങ്ങളെ ബാപ്പ പേരോട് ഉസ്താദും സക്കാഫിയാണ്, ഞാനും സക്കാഫിയാണ്, ആള് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അവൻ ഒന്നുമില്ലെങ്കിൽ വയസ്സിന്റെ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ചില ആളുകൾ ഇതുപോലെ പരിഭാഷ വായിച്ചിട്ട് ഖുർആനിനെ വിലയിരുത്തിയിട്ട് ഞാനും ആലിമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഖുർആനിന്റെ പരിഭാഷ വായിച്ചിട്ട് അതാണ് ഖുർആൻ എന്ന് തെറ്റിദ്ധരിക്കുന്ന ചില ആളുകളുണ്ട്. ഓ എന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ ChatGPT-യോട് ചോദിച്ചിട്ട് കിട്ടിയ മറുപടി വ്യക്തമായിട്ട് നീ ഒന്ന് പഠിക്കണം. ആരോട് ചോദിച്ച് പഠിക്കണം? പഠിക്കാൻ പറ്റുന്ന ഉസ്താദുമാരോട് ചോദിച്ച് പഠിക്കണം. എന്തിനാ വലിയ ChatGPT-യിലെല്ലാം പറഞ്ഞിട്ട് ശരിയാകുന്നില്ലേ? ഉണ്ടോ? ChatGPT പറയുന്നത് മുഴുവനും ശരിയാണോ? ആണോ? ChatGPT പറയുന്നത് മുഴുവനും ശരിയാണോ? അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റുന്ന ആരെങ്കിലും എന്റെ സദസ്സിലുണ്ടെങ്കിലും ഒന്ന് തന്നെ ChatGPT സത്യം പറയുള്ളൂ, ഒരു കളവും പറയൂല എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്നത് ChatGPT മാത്രമല്ല, ഇന്നത്തെ ഒരു സംവിധാനവും തികഞ്ഞു എന്ന് പറയാൻ മനുഷ്യനിവിടെ കാണിക്കാൻ കഴിയൂല. കാണിക്കാൻ കഴിയോ? എന്തിലധികം പറയാനാ? നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ മുമ്പ് എവിടെയോ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്ന ഒരു ഉദാഹരണം പറയാം. ഞാൻ ഈജിപ്തിലല്ല സെഹറിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ദിവസം ഒരു നെഞ്ഞുവേദന. ഇപ്പൊ ഇവിടെ വന്നപ്പോ ആരോ ഒരു കുട്ടിക്ക് നെഞ്ഞുവേദനയാണ്, പ്രയാസമുണ്ട്, ദ്വാരക്കണം എന്ന് പറയുന്നു. അല്ലാഹു നീ പരിപൂർണ്ണ സലാമത്ത് നൽകണം റഹ്മാനെ. പഠിക്കുന്ന സമയത്ത് അസ്ഹറിൽ വീട്ടിലെത്തിയപ്പോ ഒരു നെഞ്ഞുവേദന, 2 ദിവസമായിട്ട് ഒരു മാറ്റമില്ല. അപ്പൊ എനിക്ക് തോന്നി ഒരു ഡോക്ടറെ കാണിച്ചാൽ നല്ലതാണ്. കാരണം ഇപ്പോഴത്തെ നെഞ്ഞുവേദന എന്ന് പറയുന്നത് ബേജാറാണ്. ഇത് എന്തിനുള്ളതാണ് എന്ന് മനസ്സിലായിട്ടില്ല. ചിലത് അതിന്റെ മുകളിൽ തന്നെ തീരല്ലേ പ്രായവും ഇതൊന്നും ഇപ്പൊ കണക്കില്ല അല്ലേ? അപ്പൊ ഞാൻ നല്ലൊരു ഡോക്ടറെ കാണിക്കാന്ന് വിചാരിച്ചു ഹോസ്പിറ്റലിലേക്ക് ഞാൻ തന്നെ വണ്ടി ഓടിച്ചിട്ടാ പോയത്. കാരണം അത്ര വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഡോക്ടറെ അടുക്കലെത്തി, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ്. അവിടെ എത്തിയിട്ട് അയാൾ എന്നോട് പറഞ്ഞു ECG എടുക്കണം, സ്കാനിങ് ചെയ്യണം. ഞാൻ ഒറ്റക്കേ ഉള്ളൂ. പിന്നെ ECG എടുക്കണം, സ്കാനിങ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല, ചെയ്തോളിയത്. ഇയാൾ ECG എടുത്തിട്ട് എന്നോട് പറഞ്ഞു 1 മണിക്കൂർ കൂടി നിങ്ങൾ ജീവിക്കുള്ളൂ. ബേജാറാകണ്ട, ഇന്ന് രാവിലെ പറഞ്ഞതല്ല, നിങ്ങളാരും ബേജാറാകണ്ട. 8 കൊല്ലം മുമ്പുള്ള കഥയാ പറയുന്നത്. ഏകദേശം 5-8 കൊല്ലായിട്ടുണ്ട്. അയാൾ എന്നോട് പറഞ്ഞു 1 മണിക്കൂറേ നിങ്ങൾ ജീവിക്കുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, പഠിച്ചോ 1 മണിക്കൂറാണെങ്കിൽ ഒരുപാട് പണിയും ബാക്കിയുണ്ടല്ലോ. 1 മണിക്കൂർ കൊണ്ട് തീർന്നു നോക്കില്ല, ഒരുപാട് പണി ചെയ്ത് തീർക്കേണ്ട ഒരുപാട് പണിയുണ്ട്. ഭാര്യ മക്കളുണ്ട് അവിടെ അവരെങ്കിലും നാട്ടിലെത്തിക്കെങ്കിലും വേണമല്ലോ ജീവനോടുള്ള കാലത്ത്. ഒറ്റയടിക്ക് ഇയാളിങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്യും? ഞാൻ അയാൾ പറഞ്ഞു എനിക്കൊന്ന് പുറത്തു പോയിട്ടൊന്ന് ആലോചിച്ചിട്ട് വരാം. ആലോചിക്കാനൊന്നും നേരില്ല. ECG ഭയങ്കര റോങ് ആണ്. 1 മണിക്കൂറേ ഞങ്ങൾ ജീവനോടെ ബാക്കി ഉണ്ടാകില്ല. വണ്ടി എടുത്തിട്ട് ഓടിച്ച് പോകാനൊന്നും പറ്റൂല. അവന് കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം. അസ്രായിൽ എന്തായാലും നിങ്ങളല്ലല്ലോ, അത് വേറെ ആളാണ്. നിങ്ങൾ ഡോക്ടറല്ലേ ആയിട്ടുള്ളൂ, അസ്രായിലായിട്ടില്ലല്ലോ. അവിടെ ഇപ്പൊ തൽക്കാലം എന്നെ വിട്ടേക്കണം. ഓ ഭയങ്കര ധൈര്യം കൊണ്ടൊന്നല്ല, ധൈര്യം സമ്പാദിക്കലേ നിർവാഹമുള്ളൂ. അപ്പൊ പിന്നെ അങ്ങനെ ഒന്ന് നടിച്ചതാ. അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഞാൻ ഉടനെ വാപ്പനെ വിളിച്ചു. വാപ്പനോട് പറഞ്ഞു ഇങ്ങനെയാണ് ഇയാൾ പറയുന്നത്, നിനക്കെന്താ തോന്നുന്നത്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, നിന്റെ ഒരു ഭാഗത്ത് വേദന തോന്നുന്നുണ്ട് എന്നതിനപ്പുറത്ത് വേറെ പ്രയാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ തന്നെ വണ്ടി ഓടിച്ചിട്ടാണ് ഇവിടെ വന്നത്. അപ്പൊ എന്നോട് പറഞ്ഞ വേഗം റൂമിൽ പോയി സംസം വെള്ളം എടുത്തിട്ട് ഞാൻ പറയുന്ന സൂറത്തുകളൊക്കെ ഒന്ന് മന്ത്രിച്ച് കുടിച്ചിട്ട് വേറെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ചെക്കപ്പ് എടുത്തിക്കളാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് വീട്ടിൽ പോയി സംസം വെള്ളം മന്ത്രിച്ച് കുടിച്ച് വേറൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോയി. മുസ്തശ്ഫൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയോട് ചാരത്തൊരു വലിയ ഹോസ്പിറ്റലുണ്ട്. ഭയങ്കര തിരക്കാണ് അവിടെ. ഞാൻ എപ്പോൾ അസ്ഹറിൽ പോകുമ്പോൾ കാണലുണ്ട് ക്യൂ നിൽക്കുന്നത്. ഞാൻ ഇതുവരെ അവിടെ കയറിയിട്ടുണ്ട്. അങ്ങനത്തെ ഹോസ്പിറ്റലിലേക്കാണ് പിന്നെ പോകേണ്ട. അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽ അതാണ്. അപ്പൊ ഇയാൾ എനിക്ക് എഴുതി തന്നൊരു പേപ്പർ ഉണ്ട്, അതിൽ അയാൾ എഴുതിയിട്ടുണ്ട് 1 മണിക്കൂർ അയാൾ ബാക്കിയാവുള്ളൂ, എവിടെയാണോ എത്തിപ്പെടുന്നത് എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യണോ. അതുകൊണ്ട് എനിക്ക് തോന്നി ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അറബിയിലാണ് ഇയാൾ എഴുതിയത്. എന്തായാലും ഇത് കിട്ടിയാൽ എന്തായാലും ക്യൂലൊന്നും നിൽക്കേണ്ടി വരില്ല, എമർജൻസി ആയിട്ട് കയറി പോവാ. അയ്യൊരു സമാധാനത്തിൽ അവിടെ ചെന്നു. അയാളെ കത്ത് എടുത്തിട്ട് ഹോസ്പിറ്റൽ എമർജൻസിയിലൊക്കെ ചെന്നപ്പോ പിന്നെ ഡോക്ടർമാരൊക്കെ എല്ലാവരും വന്നു, എല്ലാവരും കൂടി ചെക്ക് ചെയ്ത് എന്നോട് പറഞ്ഞു പെട്ടെന്ന് പോയിട്ട് ECG ഒന്നുകൂടി എടുക്കാം. അങ്ങനെ ECG എടുത്തപ്പോ അയാൾ പറഞ്ഞത് വളരെ ശരിയാണ്. നിങ്ങൾ ECG ഭയങ്കര റോങ് ആണ്. പക്ഷെ നിങ്ങളെ മുഖം കണ്ടിട്ട് അങ്ങനെ ഒരു ലക്ഷണം തോന്നുന്നില്ല. എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ കുറച്ച് സമാധാനമായി. മുഖത്തെങ്കിലും ഉണ്ടല്ലോ ഇപ്പൊ ഒരു ലക്ഷണം, ബാക്കിയല്ലേ ഇപ്പൊ ബേജാറാണ്. അപ്പൊ ഇയാള് പിന്നെ എന്തോ ഒരു പ്രയാസങ്ങളെ ശരീരത്തിൽ എവിടെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അവസാനം എന്റെ കീശയിൽ നിന്ന് അയാള് ഒരു ജിനൈന്റെ കോയിൻ എടുത്തിട്ട് എന്നോട് പറഞ്ഞു ഇത് തന്നെയാണ് കുഴപ്പക്കാരൻ.
ഒരു ജിനയുടെ കോയിന് കീശയിലുണ്ടായതിന്റെ പേരിൽ ആ ചെക്കിങ് ചെയ്യുന്ന സമയത്ത് മുഴുവനും റോങ് ആയിട്ടാണ് കാണിക്കുന്നത്. ആദ്യം പറഞ്ഞ ഡോക്ടർ വളരെ ശരിയാണ്, ECG ഭയങ്കര റോങ് ആണ്. കാരണം ഈ ഒരൊറ്റ ജിനയാണ്, ഈ ഒരൊറ്റ ജിന എന്റെ ഹൃദയം മുഴുവനും കീറുമായിരുന്നു. ഞാനെങ്ങാനും അവിടെ കിടന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാർട്ട് പേഷ്യന്റ് ആകുമായിരുന്നു. അല്ലാഹു കാത്തിരക്ഷിച്ചു, അൽഹംദുലില്ലാ. എന്തിനാ ഞാൻ പറഞ്ഞതറിയോ? എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയാനല്ല, മറിച്ച് മനുഷ്യന്റെ ജീവിതത്തിൽ മെഷീനുകളും അതെ നമ്മുടെ സാംസ്കാരിക ലോകത്ത് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന IT യുഗത്തിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഇന്റർനെറ്റ് യുഗത്തിലുള്ള ഇന്നത്തെ സംവിധാനങ്ങളൊക്കെയും മനുഷ്യന് ഭയങ്കര മുതൽക്കൂട്ടാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒരൊറ്റ ജിനയുണ്ടായാൽ മതി, 1000 കോടിയുടെ മെഷീനായിട്ടും കാര്യമില്ല, തോപ്പിക്കാൻ അതേ വേണ്ടു. 1000 കോടിയുടെ ജിനയായിട്ട് കാര്യമില്ല, 1000 കോടിയുടെ മെഷീനായിട്ട് കാര്യമില്ല. ഒരൊറ്റ രൂപ ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു 25 പൈസ കീശയിലുണ്ടായാൽ ആ പൈസ കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ചിന്താഗതിയെ മുഴുവനും മാറ്റിമറിക്കുന്ന രൂപത്തിൽ ഇത്തരം റിപ്പോർട്ടുകൾ നമുക്ക് നൽകപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ChatGPT ഇതുപോലെ തന്നെയാ. ചില സമയത്ത് മൂപ്പരോട് ചോദിച്ചാൽ മൂപ്പര് തരുന്ന മറുപടി യാതൊരു ബന്ധം ഉണ്ടാവില്ല. നല്ല ഇംഗ്ലീഷ് അറിയുന്ന ആളുകളോട്, ഇംഗ്ലീഷ് അറബി അറിയുന്ന ആളുകളോട്, അല്ലെങ്കിൽ നല്ല മലയാളവും നല്ല അറബി അറിയുന്ന ആളുകളോട് ഒന്ന് ChatGPT-യോട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഒന്ന് നോക്കി തരുമോ എന്ന് ചോദിച്ചു. എത്ര തെറ്റുകൾ അവർക്ക് കണ്ടുപിടിക്കാനുണ്ടാവും? ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും. ChatGPT എഴുതി തന്നതിൽ തിരുത്തി കൊടുക്കേണ്ട 100 കണക്കിന് തെറ്റുകളുണ്ടാവും. ആ തെറ്റുകളൊക്കെയും വിശ്വസിക്കാൻ നിന്നാൽ ആധുനിക യുഗത്തിൽ ChatGPT-യെ വിശ്വസിക്കുന്ന ഇസ്ലാമായാൽ നമ്മുടെ മനസ്സിൽ ഈമാൻ ഊരിപ്പോകുന്ന ഞാൻ പറഞ്ഞത്. അവിടെ ChatGPT ഉപയോഗിക്കരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ മുസ്ലിം സമൂഹത്തിലെ പുതിയ തലമുറ അത്തരം വിഷയങ്ങളിലൊക്കെയും നല്ല മുൻപന്തിയിലാകണം. നമ്മൾ ChatGPT പരിശോധിക്കുന്നവരല്ല ആകേണ്ടത്, ChatGPT നിർമ്മിക്കുന്ന മക്കളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത്. ഇപ്പൊ ഉള്ളത് എന്താണെന്ന് അറിയാം? ഇൻസ്റ്റഗ്രാം ഉണ്ടാക്കിയിട്ട് നമ്മുടെ സമൂഹത്തിനിടയിലേക്ക് ഇൻസ്റ്റഗ്രാമിന് നൽകിയിരിക്കുന്ന അമേരിക്കക്കാരന് പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന മക്കളാണ് നമ്മളെ മക്കള്. അതുപോലെ ഫേസ്ബുക്കുകാരന് പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന മക്കളാണ് നമ്മളെ മക്കള്. അതുപോലെയുള്ള കാര്യങ്ങളിൽ നമ്മളെ മക്കൾ അവരുടെ സമയത്തെ കൊന്നുകളിയാണ്. അതേ സ്ഥാനത്ത് ചെയ്ത ഇൻസ്റ്റഗ്രാമും അതുപോലെയുള്ള സാധനങ്ങൾ പോലെയുള്ള പലതും അതാ കോഡിങ്ങിലൂടെയും അല്ലാതെയും കണ്ടുപിടിക്കാൻ കഴിയുന്ന മക്കളായി നമ്മളെ മക്കളെ വളർത്തിയെടുക്കണം. അല്ലാതെ നമ്മളെ മക്കൾ അവർക്ക് വേണ്ടി അടിയറവ് പറഞ്ഞ് ജീവിതത്തിന്റെ രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന വീഡിയോ ചിത്രങ്ങളെ മുന്നിൽ തലകുനിക്കുന്ന മക്കളായാൽ, അത്തരം ചിന്ത കുറയുന്ന കൂട്ടുകാരായാൽ സമൂഹത്തിന് ബെനിഫിറ്റ് കുറയൂന്നാ ഞാൻ പറഞ്ഞത്. ബെനിഫിറ്റ് ആർക്കാ? അത് മെറ്റന്റെ മുതലാളി, അതുപോലെ ഇൻസ്റ്റഗ്രാമിന്റെ മുതലാളി, അതുപോലുള്ള ആപ്പുകളുടെ മുതലാളി. നമ്മൾക്ക് എന്ത് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുമെന്നതിനെ കുറിച്ചല്ലേ നമ്മളെ മക്കൾ ചിന്തിക്കേണ്ടത്. നമ്മളെ മക്കൾ അത്തരം വിഷയങ്ങളിൽ നിന്ന് മക്കളെ അകറ്റി നിർത്തിയിട്ട് ആവശ്യമുള്ളത് മാത്രം കാണാനും കേൾക്കാനും പറ്റുന്ന ഒരു വിഷയത്തിലേക്ക് നമ്മളെ പുതുതലമുറയ്ക്ക് ആവശ്യമായ എന്തെങ്കിലും സമ്മാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന മക്കൾ വളർന്നു വരണം. ആവശ്യമുള്ളതിൽ പഠനം നടത്തുന്ന മക്കളായി നമ്മളെ മക്കളെ കൂടുതൽ ആയി നിറക്കാൻ പറ്റുന്ന വിഷയത്തിലുള്ള പഠന ചിന്താഗതികൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാകണം. നമ്മളെ മദ്രസ ബിൽഡിങ്ങുകൾ ഏകദേശം മദ്രസ ബിൽഡിങ്ങും 2 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ കാലിയാണ്. 2 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ മദ്രസ ബിൽഡിംഗ് കാലിയല്ലേ? ആ മദ്രസ ബിൽഡിങ്ങുകളെ വലിയ കാര്യമാണ്. മദ്രസ ബിൽഡിംഗിൽ നടക്കുന്ന 2 മണിക്കൂർ അല്ലെ 1 മണിക്കൂർ, ആ സമയം മക്കൾക്ക് നൽകപ്പെടുന്ന ഇൽമ് എന്ന് പറയുന്നത് ഭയങ്കര ഇൽമാണ്. ആ ഇൽമിന്റെ അപ്പുറത്ത് അതിനെ വികസിപ്പിക്കാൻ ആവശ്യമായ ടെക്നോളജികളും ആവശ്യമായ പുതിയ തലമുറക്ക് ആവശ്യമായ വിഷയങ്ങളും നമ്മുടെ ഇത്തരം ബിൽഡിങ്ങുകൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ പുതിയ തലമുറകൾ മക്കളെ വളർത്തിയെടുക്കാൻ നമ്മുടെ നാട്ടിലെ പുതുതലമുറ ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ ആവശ്യമില്ലാത്ത ചിന്താഗതികളിൽ നിന്ന് പുതുതലമുറയെ തലതിരിക്കാൻ കഴിയും. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മനുഷ്യനെ വഞ്ചിച്ച് കളയുന്ന 2 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് അസ്സിഹ്ഹത്തു വൽ ഫറാഗ്, ആരോഗ്യമുള്ള സമയവും മനുഷ്യന്റെ വിശ്രമ സമയവും മനുഷ്യനെ വഞ്ചിച്ച് കളയുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിലെ സുന്നത്തിയമായത്തിന്റെ നല്ല ചെറുപ്പക്കാർ അവർ ഈ മദ്രസ ബിൽഡിങ്ങുകൾ ഉപയോഗപ്പെടുത്തി മദ്രസക്ക് ഒരു വരുമാനം. എല്ലാ കാലത്തും മദ്രസക്ക് പിരിവെടുത്തിട്ട് നടത്തണം എന്ന് വിചാരിക്കുന്ന സ്വഭാവവും നമ്മൾ മാറ്റണം. പിരിവിന് ആരെതിരൊന്നുമല്ലോ. ഞാനും നാളെ പിരിവെടുക്കുന്ന വീഡിയോ കേൾപ്പിന് ആരും കാണിച്ചിട്ട് കുഴപ്പമുണ്ടാകാണ്. എല്ലാ കാലത്തും നമ്മളെ മദ്രസ പിരിവിലേ നടക്കാമെന്ന് നമ്മൾ വിചാരിക്കരുത്. ഞാൻ പറഞ്ഞത് ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ആ ബിൽഡിങ്ങുകളെ നമ്മുടെ പുതിയ തലമുറ ആവശ്യമില്ലാതെ കുറെ വീഡിയോ കണ്ട് സമയം കൊണ്ട് കളയുന്നുണ്ട്. നമ്മളെ പുതിയ തലമുറ ആവശ്യമില്ലാതെ ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് അവരുടെ ബോഡിയുടെ ഷേപ്പുകൾ കാണിച്ചിട്ട് വിറ്റിട്ട് അവരെ ജീവിതം നയിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളെ ബോഡി കാണിച്ചിട്ട് ജീവിക്കണം എന്നില്ല പെങ്ങന്മാരെ. നമ്മളെ ശരീരത്തിന്റെ ഷേപ്പ് കാണിച്ചിട്ട് ജീവിക്കണം എന്ന് വിചാരിക്കരുത്. അതല്ലാത്ത എന്തെല്ലാം മാർഗങ്ങളുണ്ട് ജീവിക്കാൻ. അത്തരം
നല്ല നല്ല മാർഗങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ മക്കൾക്ക് വഴിയൊരുക്കാൻ നമ്മളെ മദ്രസ കമ്മിറ്റികൾ തയ്യാറാകണം. വെറും നബിദിനം വരുമ്പോ നബിദിനം ആഘോഷിക്കുന്നു, എല്ലാവരും വരുന്നു, പിരിവെടുക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, പിരിഞ്ഞു പോകുന്നു. ഈ ചിന്താഗതിയിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് നബിദിനത്തിന്റെ പരിപാടിയിൽ എന്തെങ്കിലും ഒരു പുതിയ ക്രിയാത്മകമായ പ്രവർത്തനം അടുത്ത നബിദിനാകുമ്പോ ഇത്ര കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനെ ക്രിയാത്മകമായ പ്രവർത്തനം ചെയ്തുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ എന്ത് സമ്പാദിച്ചു എന്ന് ചോദിക്കാൻ പറ്റണം. നമ്മളെ മദ്രസ ബിൽഡിങ്ങുകളിൽ ഒരു 20 കമ്പ്യൂട്ടർ വെച്ചാൽ ആ 20 കമ്പ്യൂട്ടറിൽ നിന്ന് 2 അധ്യാപകരെ വെച്ചാൽ കോഡിംഗ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ആ മക്കൾ ചിലപ്പോൾ നമ്മുടെ പുതിയ തലമുറക്ക് ആവശ്യമായ ഏറ്റവും നല്ല ആപ്പ് നിർമ്മിച്ച് സമൂഹത്തിനിടയിൽ ഏറ്റവും നല്ല ഒരു ക്രിയാത്മകമായ പ്രവർത്തനം ചെയ്താൽ അവൻ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ലോകത്തെ ഒരുപാട് ആളുകൾക്ക് സേവനം ചെയ്യാനും ഒരുപാട് ആളുകൾക്ക് സമയം ലാഭിക്കാനും കാരണമായാൽ നമ്മുടെ ഈ പ്രവർത്തനം കൊണ്ട് വലിയ ഫലം കിട്ടാൻ അത് കാരണമാകും. ഞാൻ ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം ഇനി വിശദമായി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല.